ഹായ്, അപ്പം ഞാൻ ബൂക്കിക്കുട്ടൻ്റെയും ലക്കി ബേബിയുടെയും മോട്ടു ബേബിയുടെയൊക്കെ വിശേഷമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഞാനവിടെ താഴെ ഇരിക്കുമായിരുന്നു. അന്നേരം ഹസ്ബൻഡിനോട് ഒരു വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നു, പിന്നെ ആവട്ടെ എന്നും പറഞ്ഞ് പോയതാണ്. ഹസ്ബൻഡ് താഴത്തെ റൂമിലാണ് കിടന്ന് ഉറങ്ങുന്നത്. കാരണം എല്ലാവരും കൂടി ആകുമ്പോൾ എന്തെങ്കിലും ശബ്ദമൊക്കെ കേട്ടാൽ ഉറക്കം വിട്ടു പോകുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ബൂക്കിനെ എന്നാൽ ഹസ്ബൻഡ് കൂടെ കിടന്ന് ഉറങ്ങട്ടെ, ഞാൻ എന്നാൽ ലക്കിനെയും മോട്ടു ബേബിയൊക്കെ ആയിട്ട് മേളിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ദാ വരുന്നു ബുക്കിങ് കൊണ്ട്. ഇനി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, കുറേ നേരത്തേക്ക് ഇവിടെ ഒരു ബഹളം തന്നെയായിരിക്കും. അപ്പോൾ ആ ബഹളം നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ആയി വാർഡ്രോബിൽ ലൂണയും മുത്തുമണിയും കിടന്ന് ഉറങ്ങുന്നുമുണ്ട്. ഇനി എല്ലാവർക്കും ഒരു ഉച്ച ഉറക്കം ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ, അപ്പോൾ എനിക്കും കുറച്ച് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് മുകളിലേക്ക് വന്നതാണ്. പിന്നെ വിചാരിച്ച് കാണും ഹസ്ബൻഡ്, എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്ത് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ദാ റൂമിലേക്ക് എല്ലാവരും കയറി വന്നിട്ടുണ്ട്. ഇവിടെ ലക്കി ബേബിക്ക് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോട്ടു ബേബിയുടെ ബെഡ്, അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ലക്കി ബേബിക്കാണ് പ്രശ്നം, വേറെ ആർക്കും ആ പ്രശ്നമില്ല. ലക്കി ബേബി മോട്ടു ബേബീനെ ബെഡോട് കൂടി മറിച്ചിട്ട് അതിനകത്ത് പിടിച്ച് ഞെക്കുവാന്ന് തോന്നുന്നു. ഞാൻ ഓടിപ്പോയി രക്ഷിച്ചു. എന്നാൽ ലക്കി ബേബിക്ക് മോട്ടു ബേബിനെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഓട്ടവും കളിയും ഒക്കെ, ഭയങ്കര സ്നേഹപ്രകടനമൊക്കെയാണ്. പക്ഷേ ബെഡിൽ കയറി കിടന്ന് ഉറങ്ങുന്ന കാണുമ്പോഴാണ് ലക്കിക്ക് അങ്ങ് ഇഷ്ടക്കേട് വരുന്നത്. ഉറങ്ങാൻ വന്ന ഞാൻ മോട്ടു ബേബിയുടെയും ലക്കിയുടെയും കളി കണ്ടിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. എനിക്കേ തന്നെ ചിരി വരുന്നുണ്ടായിരുന്നു ഇവരുടെ ആക്ഷൻസ് കണ്ടിട്ട്. കുറച്ചു നേരം മോട്ടു ബേബിയെ ബെഡിൽ കയറ്റി ഇരുത്തുന്ന ഹസ്ബൻഡ് പറഞ്ഞു. പക്ഷേ മോട്ടു ബേബി ഇപ്പോൾ 10 മിനിറ്റ് കൂടുമ്പോൾ ഷീ വെക്കുന്ന ഒരു സമയമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ബെഡിൽ കയറ്റി ഇരുത്താത്തത്. ബൂക്കി വന്ന സമയത്ത് ബൂക്കിനെ ഞാൻ നന്നായിട്ട് ട്രെയിൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ബെഡിലൊന്നും ബൂക്കി ഷീ വെച്ചിട്ടില്ല. ലക്കി വന്നപ്പോൾ ഞാൻ കുറച്ച് കെയർലെസ് എന്നല്ല, എനിക്ക് ബൂക്കിയുടെ കാര്യവും ലക്കിയുടെ കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ശ്രദ്ധിക്കാതെ വന്നപ്പോൾ ലക്കി ബെഡിൽ ഷീ വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു തവണ വെച്ചു, അതെങ്ങനെയെങ്കിലും ഉണക്കി സെറ്റാക്കി എടുത്തപ്പോഴത്തേക്കും അടുത്ത തവണ പിന്നെ തുടരെ. എനിക്കാണെങ്കിൽ നടുവേദന ഉള്ളതുകൊണ്ട് ഭയങ്കര കല്ല് പോലത്തെ ബെഡാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് മൊത്തം ഷീ വെച്ച് അവസാനം കൊണ്ടുപോയി കത്തിക്കുന്നിടത്ത് കൊണ്ടുപോയി കൊടുത്ത് അത് കളഞ്ഞു. എന്നിട്ട് വീണ്ടും ഇപ്പോൾ കല്ല് പോലത്തെ ബെഡ് വാങ്ങിയിരിക്കുകയാണ്. ഇനി ഇതെന്തായാലും കൊണ്ടുപോയി കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് മോട്ടു ബേബീനെ ഇപ്പം ബെഡിൽ ഞാൻ കയറ്റാത്തത്. അതുകൊണ്ട് മോട്ടുവിന് ഷീ വെക്കാൻ വേണ്ടി ഒരു 3-4 ബെഡ്ഷീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. കോട്ടൺ ബെഡ്ഷീറ്റാണ്, പഴയതാണ്. ഒന്ന് ബെഡ്റൂമിലും ഒന്ന് താഴെ ഹാളിലും ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, എൻ്റെ മോട്ടു വേറെ എവിടെയും പോയി ഷീ വയ്ക്കില്ല. എവിടേക്ക് ഓടി കളിക്കുവാണെങ്കിലും ഷീ വയ്ക്കുന്ന സമയത്ത് ഓടി വന്നിട്ട് ആ ബെഡ്ഷീറ്റിൻ്റെ മുകളിൽ വന്നിട്ട് ഷീ വയ്ക്കുള്ളൂ. പിന്നെ ഈ ബെഡ്ഷീറ്റൊക്കെ പണ്ട് ലക്കി ഉപയോഗിച്ചിരുന്നതാണ്. അതൊക്കെ കഴുകി ഉണക്കി മടക്കി മാറ്റി വെച്ചിരുന്നതാണ്. പിന്നീട് ഇങ്ങനെ ഒരു മോട്ടു വരുമെന്നോ അവന് വേണ്ടി ഇത് ഉപയോഗിക്കേണ്ടി വരുമെന്നോ ഒന്നും അന്ന് വിചാരമില്ലല്ലോ. അപ്പോൾ എടുത്ത് വെച്ചതായിരുന്നു. പിന്നെ ഒരു 2 മാസം കൂടി ക്ഷമിച്ചാൽ മതിയല്ലോ. അത് കഴിഞ്ഞാൽ അവനും ബൂക്കിയെ പോലെയും ലക്കിയെ പോലെയും പുറത്തു പോയി ചെയ്യാൻ ട്രെയിൻഡ് ആവും. അല്ലാതെ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ വീട്ടിനകത്ത് ഷീ വെച്ചു എന്നും പറഞ്ഞാൽ അവരെ വഴക്ക് പറഞ്ഞിട്ടോ തല്ലിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല, പാവം കുഞ്ഞുങ്ങൾ. ലക്കിയെ ഞാൻ കുറച്ച് നേരം പിടിച്ചിരുത്തി. കാരണം ലക്കി കൂടെ കളിക്കുന്നതുകൊണ്ട് ബൂക്കി അതിലേക്ക് ഇറങ്ങുന്നില്ല. ബൂക്കി ബെഡിൽ നിന്ന് ഇറങ്ങാതെ ഇങ്ങനെ നിൽക്കുക. ബൂക്കിയുടെ ചില സ്വഭാവങ്ങൾ എന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ ഭയങ്കര മാന്യത എക്സ്ട്രീമാണ്. കാരണം ഇപ്പോൾ ലക്കിയുടെ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂക്കി തിരിഞ്ഞു പോലും നോക്കില്ല, ഓടിക്കളയും. എന്നിട്ട് ഒളിഞ്ഞു നോക്കും ദൂരേന്ന്. ലക്കി കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ വരുള്ളൂ. ഇപ്പം കണ്ടോ, ലക്കിയെ എടുത്തിട്ട് മാറ്റി ഇരുത്തിയപ്പോഴത്തേക്കും ബൂക്കി അവനുമായിട്ട് കളിക്കുന്നുണ്ട്. മോട്ടുവിന് ബെഡിലേക്ക് ഓടിക്കയറാൻ പറ്റാത്തതുകൊണ്ടാണ്. അവനും വലുതായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ താഴെ നിന്ന് നോക്കൂല, അവനായിരിക്കും ആദ്യം ഓടിക്കയറുന്നത് ബെഡിലേക്ക്. ലക്കി കുറേ ക്ഷീണിച്ചു കേട്ടോ. ലക്കിയുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം. കാരണം മോട്ടു ബേബിയുടെ ബെഡ് ചുമക്കൽ, അത് എടുത്തിട്ട് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് വലിച്ചെറിയുന്ന കുറേ ചുമട്ട് ജോലികളെല്ലാം ചെയ്ത് ലക്കി ഇപ്പം ക്ഷീണിച്ചു. അതുകൊണ്ട് ബൂക്കി ചേട്ടൻ്റെയും മോട്ടു ബേബിയുടെയൊക്കെ ഓട്ടവും കളിയൊക്കെ കണ്ട് ലക്കി ഇങ്ങനെ ക്ഷീണിച്ച് നോക്കിയിരിക്കുക. ബൂക്കിക്ക് ഇനി എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോയാൽ മതിയെന്ന്, ഇവിടെ നിന്നുള്ള ഓട്ടമൊക്കെ മതിയായി. അധികം നേരം ഇനി ഇരിക്കാൻ ഇഷ്ടമല്ല. പകലാണെന്നുണ്ടെങ്കിൽ ബൂക്കിക്ക് എപ്പോഴും മുറ്റത്തോടി
ഗേറ്റിൻ്റെ അവിടെയൊക്കെ പോയി നോക്കിയിരിക്കാനാണ് ബൂക്കിക്ക് ഇഷ്ടം. ചില സമയങ്ങളിൽ ഇവരുടെ വീഡിയോസ് വരുമ്പോൾ ഏതെങ്കിലും ഒരാൾ കുറയുമ്പോൾ ബൂക്കി എവിടെയെന്ന് ചോദിക്കാറുണ്ട്. ഇതേപോലെയാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുത്തും. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ കൺമുമ്പിൽ ഇവരുടെ ഓട്ടോ എന്തെങ്കിലും രസം കാണുമ്പോൾ അപ്പം തന്നെ മൊബൈൽ എടുത്ത് അപ്പം തന്നെ എടുക്കുന്നതാണ്. അത് അങ്ങനെ കരുതിക്കൂട്ടി എടുക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ക്യാമറയിൽ വരുന്നവരാരാണോ അവരെ പെട്ടെന്ന് എടുക്കുന്നത്. ബൂക്കിക്ക് മതിയായിട്ടോ, റൂമിൽ നിന്ന് മതിയായി. ഇനി അവൻ എങ്ങനെയും താഴെ പോകണം. അതാണ് അവൻ എൻ്റെ അടുത്തേ ചാടുന്നത്. വീട് നിറച്ചും കുട്ടികൾ എന്ന് പറയണത് ഒരു രസം തന്നെയാണല്ലേ. പണ്ട് കാർന്നോന്മാരൊക്കെ പറയണത് ഒത്തിരി കൊച്ചുമക്കളൊക്കെ ആയിട്ട് വീട് നിറയെ കലപ്പില ശബ്ദം വരുമ്പോൾ രസമാണെന്നുള്ളത്. പക്ഷേ എൻ്റെ ചെറുപ്പപ്രായത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഫീല് വന്നിട്ടില്ലായിരുന്നു. കാരണം എനിക്കൊരു മകളാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് 2 കുട്ടികൾ എന്തേ. പിന്നെ വേണ്ട, അയ്യോ ഒരേ ഒരു കുട്ടി മതി, ഒരെണ്ണത്തിനെ തന്നെ വളർത്താൻ ഭയങ്കര കഷ്ടപ്പാടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നീടുള്ള നമ്മുടെ കുറച്ച് പ്രായമായിട്ട് വരുമ്പോഴാണ് മനസ്സിലാകുന്നത്, അയ്യോ ഒരു കുട്ടിയും കൂടി വേണമായിരുന്നു, ഒരാൾ കൂട്ട്. പിന്നെ വീട്ടിനകത്ത് കുറച്ച് മൂകത വരും. എല്ലാവരും വലിയതായി കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ പാട്ടിന് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു മൂകത മാറ്റാൻ വേണ്ടി, വീടിൻ്റെ ഒരു ഏകാന്തത മാറ്റാൻ വേണ്ടിയാണ് എനിക്ക് ഇത്രയും പിള്ളേരെ തന്നിട്ടുള്ളത്. ഇപ്പോൾ ഏകാന്തത എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ സ്വപ്നങ്ങളിൽ മാത്രമായിട്ടുള്ളൊരു സംഭവമാണ്. മോട്ടു ബേബി മമ്മയുടെ മടിയിൽ തന്നെ ഇരിക്കുക. അപ്പം ഞാൻ ബൂക്കി ഇങ്ങ് വാ ഇവിടെ വന്ന് ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ബൂക്കിക്ക് അത്ര താല്പര്യമില്ല അങ്ങനെ വന്നിരിക്കാൻ. പകരം ലക്കി ബേബി വന്നിരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ബെഡിട്ട് കൊടുത്തിട്ട് മമ്മ ഇരിക്കുമ്പോൾ എനിക്ക് ബെഡ് വേണ്ടല്ലോ, മമ്മയുടെ മടിയിൽ കയറി ഇരുന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് മോട്ടു വീണ്ടും മടിയിൽ തന്നെ കയറി ഇരിക്കുക. ലക്കി ബേബി വന്നപ്പോൾ പതുക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇനി എൻ്റെ ബെഡിൽ കയറിയിട്ട് കുഞ്ഞിച്ചേട്ടൻ വന്നിരിക്കുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും തോന്നുന്നത്. മോട്ടു ബേബിയുടെ സ്നേഹപ്രകടനങ്ങളെല്ലാം കുറച്ച് ഹൈപ്പറാണ്. ലക്കി ബേബിയെ പോലെ കുറച്ച് സ്ലോ മോഷനിൽ അറിയില്ല, കുറച്ച് ഹൈപ്പറാണ്. എൻ്റെ തലയിൽ മുടിയിലിട്ടിരിക്കുന്ന റബ്ബർ ബാൻഡ് ഇപ്പം അവൻ കടിച്ചു പറിക്കുന്നത്. അപ്പം ഞാൻ നോ പറഞ്ഞാൽ നിർത്തും കേട്ടോ. നോ പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ അവനറിയാം. ആകെ 11 തലമുടിയും വെച്ച് ഞാൻ ഇരിക്കുന്നത്. അത് ഇവൻ കടിച്ച് എടുക്കാൻ നോക്കിയാൽ കടുകുമണി. 3 കാര്യങ്ങൾ ഇപ്പം മോട്ടു 4 കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ട്. നോ പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ അറിയാം, സിറ്റ് പറഞ്ഞാൽ ഇരിക്കാൻ അറിയാം, ഷെയ്ക്കാൻ ചോദിച്ചാൽ തരാൻ അറിയാം, പിന്നെ ആഹാരം കൊണ്ടെന്ന് വെച്ചിട്ട് നോ അടങ്ങിയിരിക്കും, ഞാൻ പറയുമ്പോഴേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതേപോലെ ഇരിക്കും. മോട്ടു ബേബിയും ലക്കിയും കൂടി കളിയുടെ സ്പിരിറ്റ് കൂടുമ്പോൾ മോട്ടു ബേബി ലക്കിയുടെ ചെവി കടിച്ച് വലിക്കും. വേദനിക്കില്ല, വേദനിച്ചാൽ ലക്കിക്ക് തിരിച്ചു കൊടുക്കും ലക്കി. പക്ഷെ വേദനിപ്പിക്കാതെ കടിച്ചോളൂ, ഒരു ഗ്രിപ്പ് കിട്ടുമല്ലോ ചെവിയിൽ. ബൂക്കിയും ലക്കിയും കൂടി കളിക്കുമ്പോൾ ലക്കിയുടെ വാലാണ് ബൂക്കി പിടിച്ച് വലിക്കുന്നത്, വാലിൽ പിടിച്ച്. പാവം എൻ്റെ ലക്കിക്ക് കുറച്ച് വാലും കൂടിപ്പോയി ചെവിയും കൂടിപ്പോയത് ഒരു കുഴപ്പമായോ. ഇനി കുറച്ച് നേരം ബൂക്കിക്കുട്ടൻ്റെ അടുത്ത് പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. ബൂക്കി കുറേ നേരമായി നോക്കിയിരിക്കുന്നത്. ഏതായാലും എല്ലാവരും ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചതാണ്. അപ്പോൾ ലക്കിയും കുറച്ച് ക്ഷീണിച്ച് വരുന്നുണ്ട്. ബൂക്കിയുടെ അടുത്ത് പോയി ബൂക്കിക്ക് തലോടി കൊടുക്കണം. അപ്പോഴാണ് ബൂക്കിക്ക് ഉറക്കം വരുന്നത്. ഒന്നുകിൽ എന്നെ ഉറക്ക്, ഇല്ലെങ്കിൽ എന്നെ പുറത്തേക്ക് വിടുന്നാണ് ബൂക്കി പറയണേ. ഒറ്റ കുട്ടിയായിട്ട് കുറേ നാൾ വളർന്നല്ലേ, അപ്പം കൊടുത്ത ശീലം ഒന്നും മാറ്റാൻ ബൂക്കി തയ്യാറല്ല. എന്നെ എങ്ങനെയാണോ ശീലിപ്പിച്ചത് അതുമായിട്ട് തന്നെ ഞാൻ ജീവിക്കുള്ളൂ, അത് തന്നെ എനിക്ക് തരണമെന്നാണ്. എത്ര അനിയന്മാർ വന്നാലും എനിക്കുള്ള ശീലങ്ങളൊന്നും ഞാൻ മാറ്റാൻ തയ്യാറല്ല കേട്ടോ എന്ന്. ബൂക്കിയെ വളർത്താൻ ഉള്ള ഒരു തീരുമാനം കേട്ടപ്പോൾ എല്ലാവരും എനിക്കിങ്ങനെ നിരുത്സാഹപ്പെടുത്തി. അയ്യോ വേണ്ട കേട്ടോ, ഇത് ചെറിയ കാര്യമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാവും, എവിടേക്ക് പോകാൻ പറ്റില്ല, ഭയങ്കര കഷ്ടമായി പോവും, വേണ്ട അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്കും ബൂക്കിക്കും തമ്മിലൊരു കണക്ഷൻ, ഒരു മുജ്ജന്മ കണക്ഷൻ എവിടെയോ ഉള്ളത് കൊണ്ട് അത് എനിക്ക് തന്നെ ഉള്ളതാണ്. അപ്പം എനിക്ക് തന്നെ വളർത്തണം എന്ന് എനിക്ക് തന്നെ ഷാഠ്യമായി. അതിപ്പോൾ അങ്ങനെയാണല്ലേ, നമുക്ക് വിധിച്ച് നമ്മുടെ കൈകളിലേക്ക് എത്തേണ്ട ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും അത് ഏത് ദിക്കിലാണെങ്കിലും, ലോകത്തിൻ്റെ ഏത് ദിക്കിലാണെങ്കിലും നമ്മളെ തേടി തന്നെ വരും, അല്ലെങ്കിൽ നമ്മൾ തേടി പോയി അത് കണ്ടെത്തും.
അത് കഴിഞ്ഞ് ലക്കി ബേബിയെ വളർത്താൻ നോക്കിയപ്പോഴും അപ്പോഴും പറഞ്ഞു, അയ്യോ 2 പേര് ഭയങ്കര കഷ്ടമാവും കേട്ടോ, 2 പേരെന്ന് പറഞ്ഞാൽ ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റില്ല, ഒരാളെ തന്നെ നോക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന. അപ്പോഴും ലക്കി എനിക്കുള്ളത് തന്നെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ അതും ഞാൻ മാനേജ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പം മോട്ടു ബേബി ആയപ്പോഴും പിന്നെ ആർക്കും ഒന്നും പറയാനില്ല, എല്ലാവരും ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കും കേട്ടോ, അതാ ഇവിടെ കുറേ ഡോഗ്സ് ഇവിടേക്ക് ഉണ്ട് കേട്ടോ, ഈ വഴിയിലൊക്കെ ഒരു ലോറിയിൽ അങ്ങ് കൊണ്ടുവന്ന് തരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കളിയാക്കാറുണ്ട്. ലക്കി മോട്ടു ബേബിയായിട്ട് കുറേ ഗുസ്തി കൂടിയിട്ട് ലക്കി തന്നെ ക്ഷീണിച്ചു. മോട്ടു ക്ഷീണമൊന്നും വന്നിട്ടില്ല. ഇനിയും 10 പേരായിട്ട് ഞാൻ ഏറ്റുമുട്ടാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ മോട്ടു നടക്കുന്നത്. അപ്പം ഞാനും വിചാരിച്ചു, എന്നാൽ പിന്നെ എല്ലാവരും കിടന്നൊന്ന് ഉറങ്ങട്ടെ, എന്നാൽ പിന്നെ ഒന്ന് ശാന്തമാക്കി കൊടുക്കാം, എനിക്കും കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. മോട്ടുവിൻ്റെ ബെഡാണെങ്കിൽ ലക്കി ബേബി അവിടേക്ക് ഇവിടേക്കൊക്കെ വലിച്ചെറിഞ്ഞിട്ടിരിക്കുക. അതെടുത്ത് വെച്ചിട്ട് അവിടെ കയറി കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ മോട്ടു ഒന്ന് ശങ്കിച്ച് നിൽക്കുകയാണ്. വലിയേട്ടനും കുഞ്ഞേട്ടനും ഒക്കെ കൂടെ കുറേ കൂടി കളിച്ച് മതിയായിട്ടില്ല മോട്ടു ബേബിക്ക്. ഇനി പപ്പാടെ വക ഒരു കളിപ്പിക്കലും കൂടിയുണ്ട്, ഇതും കൂടി ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇനി കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറയുമായിരുന്നു. ലക്കിയുടെ കൂടെ ബൂക്കി അടങ്ങിയിരുന്ന് കളിക്കുന്ന പോലെ മോട്ടുവിൻ്റെ അടുത്ത് അടങ്ങിയിരിക്കുമായിരിക്കും കുറച്ചും കൂടി വലുതാകുമ്പോൾ. ചിലപ്പോൾ മോട്ടു ചെറുതായതുകൊണ്ടായിരിക്കും ബൂക്കി പേടിച്ചിട്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നത്. മോട്ടു ബേബിക്ക് കളിച്ച് മതിയായില്ല, വീണ്ടും വീണ്ടും ചേട്ടൻ്റെ കൂടെ ഓടണം. മോട്ടു ബേബിക്ക് അങ്ങനെ വലിയേട്ടൻ എന്നുള്ള പേടിയൊന്നുമില്ല. അവന് ലൂണയുടെ പിന്നാലെയും പോവും, മുത്തുമണിയുടെ പിന്നാലെയും പോവും. ബൂക്കിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലക്കി ബേബി ഓടിച്ചിട്ടാലും ഇങ്ങനെ ഓടാനും, മോട്ടു ഓടിച്ചിട്ടാലും ഓടാനും ഇരിക്കുന്ന ഒരുത്തൻ. ഇവൻ്റെ കാര്യം പറഞ്ഞാൽ പണ്ട് ഇതുപോലെയാണ്, ലക്കി ഓടിച്ചിടുമ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും വീടിന് ചുറ്റും രാത്രി കിടക്കാൻ നേരത്ത്. എന്നിട്ട് ലക്കി എവിടെയെങ്കിലും ഒന്ന് അടക്കി ഇരുത്തുമ്പോഴാണ് ബുക്കി സമാധാനമാണത്. മമ്മ ഇത് കണ്ട എന്നെ ലക്കി ഓടിച്ചിടുന്നു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പരാതിയായിരുന്നു. ഇനിയിപ്പോൾ മമ്മ ഇത് കണ്ടില്ലേ മോട്ടു എന്നെ ഓടിച്ചിടുന്നു പറഞ്ഞ് ഇനി അടുത്ത പരാതിയാണ്. കട്ടിൻ്റെ അടിയിലേക്ക് പഴയതുപോലെ ഓടി കയറാൻ പറ്റുന്നില്ല, ബൂക്കിക്ക് ഇച്ചിരി പൊക്കം വെച്ചല്ലോ. ചാടിപ്പോവാൻ എവിടെയാ വഴിയെന്ന് പറഞ്ഞ് ബൂക്കിങ്ങനെ നോക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ലക്കി ബേബി അവിടെ പോയി എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ, ലക്കി ബേബി അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇവർ കുറച്ച് നേരം ഓടട്ടെ എന്ന് വിചാരിച്ചിട്ട് ലക്കി ബേബിയെ പിടിച്ച് നിർത്തിയിരിക്കുക. ഇതിൻ്റെ ഇടയിൽ ലക്കി ബേബിയും കൂടി കയറണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നെ വിട്, എനിക്ക് അവരുടെ കൂടെ ഓടി തിമർക്കണം എന്ന് പറഞ്ഞ് ലക്കിയുടെ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. അങ്ങനെ ബൂക്കിക്കുട്ടൻ്റെ ചെവി അങ്ങ് ലക്കി ബേബി എടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ മോട്ടു ബേബിയും കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ 2 പേരെ കാണിക്കാൻ വിട്ടുപോയി. ദാ മുത്തുമണി ലൂണ അതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അവരുടെ സ്ഥിരം കിടപ്പ് സങ്കേതമാണ്. ലൂണ ലൂണ എന്ന് വിളിച്ചിട്ടൊന്നും ലൂണ എഴുന്നേറ്റില്ല. മുത്തുമണി മാത്രം ഒന്ന് തല പൊക്കി നോക്കി. ഇവിടെ എന്തൊക്കെ കളി യുദ്ധമൊക്കെ നടന്നാലും അവരതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരവരുടെ ലോകത്ത് സുഖമായിട്ട് ആ വാർഡ്രോബിനകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിരുന്നത്. അപ്പം 5 മക്കളും ഉണ്ട് ഈ റൂമിനകത്ത്. ബൂക്കിക്കുട്ടൻ സുഖിച്ച് കിടന്നുറങ്ങാണ്. ഒരാൾ ചൊറിഞ്ഞു കൊടുക്കാൻ, ഒരാൾ ചെവി നക്കി കൊടുക്കാൻ. ദാ മോട്ടു ബേബി ഉറങ്ങി. അപ്പോൾ ആരോ പറഞ്ഞു ബൂക്കിക്കുട്ടൻ്റെ ചെവിക്ക് ഇൻഫെക്ഷൻ ഉണ്ട്, അതാണോ ലക്കി ഏതൊരു ചെവി നക്കുന്നതെന്ന്. ഒരിക്കലും അല്ല, ചേട്ടൻ്റെ ചെവി നക്കുക എന്നുള്ളത് ലക്കി ബേബിയുടെ ഒരു ഹാബിറ്റാണ്. ഇതാ ലക്കിക്ക് മതിയായിട്ട് പോകാൻ നേരത്ത് ബൂക്കി പറയുക, അതെന്ത് പോക്കാടോ പോണത്, ഇങ്ങ് വാ കുറച്ച് നേരം കൂടി. അപ്പോൾ എല്ലാവരും ഉറക്കത്തിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.